കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞതു ഞാൻ എടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദകൾ ചെയ്തേൻ പലതരം. ജന്മം മാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായോരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടു കൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ച് അത്രേ ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥാ. സപ്തമുനികൾ വരുന്നതും കണ്ടു ഞാൻ തത്ര വേഗേന ചൊന്നേൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂടനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജനേ ഓര മഹാബനെ ദൃഷ്ട സസംഭ്രമം എന്നോടരുൾ ചെയ്തു. തിഷ്ട തിഷ്ട ത്വയ കർത്തവ്യമത്രേക്കും ദുഷ്ടമതേ പരമാർത്ഥം പരക എന്നു തുഷ്ട്യാ മുനിവരന്മാർ അരുൾ ചെയ്തപ്പോൾ. നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോട് ഇഷ്ടം അധികം പറഞ്ഞേൻ. നൃപാത്മജ പുത്രധാരാദികളുണ്ട് എനിക്ക് എത്രയും പീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു വറിക്കുമാറാകുന്നു. നിങ്ങളെയും നിങ്ങളോട് ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന ഞാൻ വന്നു ചൊന്നാൻ. മുനിവരന്മാർ അതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്ത് ഒട്ടുവാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നേടും. അത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഹരേ ഇതം ആകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്ന് മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. ഫൽബലം ഒട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണം എന്നു ഞാൻ ഉത്തരമായി അവരെന്നോടു ചൊല്ലിനാൻ. നിത്യവും ചെയ്യുന്ന കർമ്മ ഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യം ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക നീ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചു ഓരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിന്നു താവേന ചെന്നും നമസ്കരിച്ചിടിനേൻ. നിത്യതപോധന സംഘം കേതുന ശുദ്ധമായി വന്നിതൻ എൻ അന്ധകരണവും. ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്തിയാ നമസ്കരിച്ചൻ പാദസന്നിധവും. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ
നിർഗമിച്ചിടും എന്നെ കരുണാത്മന രക്ഷിച്ചു കൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മാനം. സ്പഷ്ടം ഇത്യുക്ത പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠത്തെ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവസ്തു തേ സദ്യഫലം വരം സജ്ജനസംഗം മാം ദിദ്വജ്ജനാനാം മഹത്തത്വമേതാദൃശം എന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം. എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യം ആലോകനം ചെയ്തു മാനസേ ധന്യ തപോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷനാകിലും രക്ഷ രക്ഷേതി ശരണം ഗമിച്ചവൻ. രക്ഷണീയൻ പ്രയത്നേന ദൃഷ്ട്വാപി മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം. സാക്ഷാൽ പരബ്രഹ്മബോധ പ്രധാനേന യുദ്ധമുക്ത്വാ രാമനാമ വർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാൻ നിത്യം. രാമരേത്യേവം ജപിക്ക നീ, രാമരത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട് അനാരത്തം. ശ്രീരാം സീതയാ സാർദ്ധം വാസിപതിനായൊരു മോദകരസത്തലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശേഷപരിവൃതനാമുനി ചിത്രകൂടാജല ഗംഗയോരന്തര ചിത്രമായോരോടജം തീർത്തു മാമുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോചനമായി രണ്ടു ശാലയും നിർമ്മിച്ച് ഇവിടെ ഇരിക്കെന്ന് അരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനഗജതന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും പരമാത്മനാമരുവിടിനാൻ രാമനും വാൽമീരാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകിയോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ആനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ. ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്ന പോലെ. ശ്രീരാമചന്ദ്ര പ്രഭോ. കുംഭത്തിൽ നീരകം ബുക്കു ശബ്ദം കേട്ട് കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പ അയച്ചേനറിയാതെ അതും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചൽ കേട്ടെത്രയും ഇതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേൻ. അതുമൂലം എന്നോടു ചൊല്ലിനാൻ കർമ്മമാത്രേ മമ വന്നത് ഇതു. തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ല തേ. കണ്ണും പൊടിഞ്ഞു വയസ്സും ഏറെ പൂക്കോ
പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്ന് എന്നോട് ചൊല്ലിനാൻ. ഞാനതു കേട്ട് ഉഴച്ചോ വന്നേനിനി ജ്ഞാനികളാം നിങ്ങൾ ഒക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയെ മറ്റില്ല പാവിയായോരടിയൻ അവലംബനം ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം തപസ പൊങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യ കരഞ്ഞു കരഞ്ഞ് അവൻ എത്രയും ദുഃഖം കലർന്ന് ചൊല്ലിയിടിനാൻ. പുത്രൻ എവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ട് അവർ തമ്മെ എടുത്ത് അതിദീനതയോടും മകൻ ഉടൽ കാട്ടിനേൻ. കഷ്ടം ആകന്ത കഷ്ടം കർമ്മം എന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഹിനതയോട് അവരെന്നോടു ചൊല്ലിനാൻ. നീ നല്ല ചിത ചമച്ചിടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിയ അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും. ഹരേ ഹരേ ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും പുത്രാരി ലോകം ഗമിച്ചു വാണിടിന. ഹരേ ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബരജടാധാരികളായി വനം പ്രാപിച്ചിരുന്നേയും ദുഃഖാംബുരാശയിൽ താവേന മഗ്നയാക്കിയിടിനാൻ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥ ഭവാൻ മമ നന്ദനായി വന്നോ. ജാതനായിടിനാൻ കേവലം എങ്കിലും ദുഃഖം എന്നെ പിരിയും നീലൊരിക്കലും. ഉൾക്കാമ്പിലോർത്താൽ വിധി ബലമാം തുലോം യുദ്ധം കരയുന്ന മാതാവു തന്നെയും നക്വാ ഭരതനും ദുഃഖേന ചൊല്ലിന. ആതുര മാനസനാകയാൽ ഇതുകൊണ്ട് മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേയിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല. രാഘവൻ തന്നെ ആണേ ഞാൻ അറിഞ്ഞ് എത്ര അതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മയെ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങളരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇനി ശ്രീരാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമചന്ദ്ര ജയ
ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സംഭൂജരായ സജ്ജനങ്ങളെ, വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമൻ പുറപ്പെട്ടു. ഈ സമയത്ത് നമ്മൾ ആ വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞാൽ വാൽമീകിയുടെ പൂർവാശ്രമം സാധാരണ സന്യാസിമാരുടെ പറയാറില്ല, ആചാര്യന്മാരുടെയും, അത് വളരെ മോശമായിരിക്കും. അപ്പോൾ വാൽമീകിയുടെ ആ പൂർവാശ്രമം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടാളനായിരുന്നു വാൽമീകി. ഈ വരുന്ന ആൾക്കാരൊക്കെ പിടിച്ചു പറിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു വീരപ്പൻ മോഡൽ തന്നെ, എല്ലാവരും പിടിച്ചു പറിക്കുക, അങ്ങനെയായിരുന്നു നമ്മുടെ രത്നാകരൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സപ്തർഷികൾ ആ വഴിക്ക് വരുന്നത്. വന്ന വഴിക്ക് നാരദ മഹർഷിയുണ്ട്, എല്ലാവരും വന്നു, ഓടിപ്പിടിച്ചു തന്നു. അപ്പോൾ ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? ഞങ്ങൾക്ക് ഇത് വേണം, നിങ്ങളുടെ ഇത് വേണം. അപ്പോൾ ആ നാരദ മഹർഷി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് വേണ്ടത് ഞങ്ങളുടെയിലില്ല, ഞങ്ങൾക്ക് വേണ്ടത് നിൻ്റെയിലും ഇല്ല. അതായത് നീ ഞങ്ങളിൽ നിന്നും എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളുടെയിലില്ല. നിനക്ക് വേണ്ടത് ഞങ്ങളുടെയിലും ഇല്ല, ഞങ്ങൾക്ക് വേണ്ടത് എൻ്റെയിലും ഇല്ല. അപ്പോഴാ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്യണത്? ഞാൻ എൻ്റെ വീട്ടുകാരെ. അത് ശരി, നീ ചെയ്യുന്ന പാപമൊക്കെ ഭക്ഷണം ഇതൊക്കെ അവർ സ്വീകരിക്കുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന പാപം നിൻ്റെ ഭാര്യയും മക്കളും സ്വീകരിക്കുമോ? അവരാ ഭാരം ഏൽക്കുമോ? അപ്പോഴാണ് രത്നാകരൻ ചിന്തിച്ചത്. ശരി എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ചോദിച്ചു വരാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിൽക്കാമെന്ന് പറയാണ്. രത്നാകരൻ പോയി തിരിച്ചിവിടെ വരികയാണ്. തിരിച്ചു വന്നിട്ട് എന്തേ പറഞ്ഞറിയോ ഭാര്യ, അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി, നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളൊന്നും ഞങ്ങൾ ഏൽക്കില്ല എന്ന് രത്നാകരൻ്റെ ഭാര്യ വിട്ട് പറയാണ്. ഇതങ്ങോട്ട് വന്ന് നാരദ മഹർഷിയോട് പറഞ്ഞപ്പോൾ അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു വാക്ക്, ഒരു സെൻറ്റൻസ്, ഒരു ശബ്ദം ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്നതാണ്. ആ നാരദ മഹർഷിയുടെ ഒരു വാക്ക്, അതായത് നീ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നീ തന്നെ അനുഭവിക്കാം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ നിരന്തരം അനുഭവിച്ചിടണം. ഓരോരുത്തരും ചെയ്യുന്നത് അവർ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വാക്ക് പെട്ടെന്ന് രത്നാകരിൽ മാറ്റം. അപ്പോൾ ചോദിക്കാം, ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഇതൊന്നും രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? ഈ ഒരു കാര്യം ചെയ്യേ, നാമം ചെല്ലാൻ പറഞ്ഞു. രാമ രാമാന്ന്. അയ്യോ, എനിക്ക് നാമം ചെല്ലാൻ അറിയില്ലോ. പിന്നെ നിനക്ക് എന്താ അറിയാം? കൊല്ലാൻ എനിക്കറിയാമെന്നാ. ഓ, കൊല്ലാൻ അറിയാമല്ലേ, എന്നാ മരാന്ന് ചൊല്ലിക്കോ, മരാന്ന് ചൊല്ലിക്കോ. അപ്പം 2 മരത്തിൻ്റെ ഇടയിലാണ് ഇവിടെ ഇരിക്കുന്നത് രത്നാകരൻ. എന്നിട്ട് പറഞ്ഞു, നീ മരാന്ന് ചൊല്ലിക്കോന്ന്. അങ്ങനെ മരാന്ന് ചൊല്ലിപ്പോൾ എന്തായി മാറി? അത് രാമ എന്നുള്ള താരകമന്ത്രമായിട്ട് മാറി എന്നാണ്. ആ രാമമന്ത്രം, താരകമന്ത്രം ഏറ്റവും പവിത്ര. കാശിയിൽ പോയിട്ട് മരിച്ചു കഴിഞ്ഞാൽ വലത് ചെവിയിൽ കാശി വിശ്വനാഥൻ ഈ താരകമന്ത്രം ജപിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്നാണ്, മോക്ഷപ്രാപ്തി നേടുന്നതാണ് പറയാം. അപ്പോൾ എന്താണ് ഈ താരകമന്ത്രം? പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ബ്രഹ്മദേവൻ ശതകോടി രാമായണം രചിച്ചു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വേണം പറഞ്ഞ് ദേവന്മാരും അസുരന്മാരും 3 കൂട്ടരും വന്നു. 3 പേർക്കും തുല്യമായിട്ട് ഭാഗിച്ചു കൊടുത്തു ശതകോടി. അപ്പോൾ ബാക്കി എത്രയാ? 1 കോടി രാമായണം ബ്രഹ്മാവ് കയ്യിൽ വെച്ചു, ബ്രഹ്മദേവൻ. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു കുറച്ചും കൂടി വേണമെന്ന്. അപ്പോൾ 1 കോടി രാമായണം വീണ്ടും 1 കോടി രാമായണ ശ്ലോകങ്ങളാണ് വീണ്ടും 3 കൂട്ടർ പങ്കിട്ട് കൊടുത്തു. അപ്പം 1 കോടി മാറ്റുമ്പോഴത്തേക്കും 3 ലക്ഷം ശ്ലോകം വെച്ച് കൊടുത്തു. അപ്പോൾ 1 ലക്ഷം ശ്ലോകം ബ്രഹ്മാവിൻ്റെ കയ്യിൽ സ്വസ്ഥം.
അപ്പോൾ അസുരന്മാർ പറഞ്ഞു കുറച്ചും കൂടി വേണമെന്ന്. അപ്പോൾ 1,00,000 ശ്ലോകം വീണ്ടും 3 കൂട്ടർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എത്രയായി? 10,000 ശ്ലോകം കയ്യിൽ വന്നു. 10,000 ശ്ലോകം വന്നപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു എന്നാൽ കുറച്ചും കൂടി ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ 10,000 ശ്ലോകത്തിന് 3,000 ശ്ലോകം വെച്ചിട്ട് 3 കൂട്ടർക്കും പങ്കിട്ട് കൊടുത്തു. അപ്പോൾ എത്രയായി? 1000 ശ്ലോകം ബാക്കി. 1000 ശ്ലോകം വീണ്ടും പങ്കിട്ട് കൊടുത്തു 300 വെച്ചിട്ട്. അപ്പോൾ 100 ശ്ലോകം ബാറ്റി. എന്നാൽ ഈ 100 ശ്ലോകം എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ പറഞ്ഞു ബ്രഹ്മാവ്. അല്ല കുറച്ചും കൂടി വേണം പറഞ്ഞു ദേവേന്ദ്രൻ. അപ്പോൾ ആ 100 ശ്ലോകത്തിന് 30 ശ്ലോകം വെച്ചിട്ട് എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തു. അപ്പോൾ 10 ശ്ലോകം ബ്രഹ്മാവിൻ്റെ കയ്യിലിരുന്ന ഈ ശ്ലോകം രാമായണ ശ്ലോകം എൻ്റെ കയ്യിലിരിക്കട്ടെ. അപ്പോഴാ ദേവേന്ദ്രൻ കുറച്ചും കൂടി കിട്ടിയത് നന്നായിരുന്നു. അങ്ങനെ 3 ശ്ലോകം വെച്ച് എല്ലാവർക്കും കൊടുത്തു. ബാക്കി 1 ശ്ലോകം ബ്രഹ്മദേവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു വീണ്ടും ഇനി ആവശ്യപ്പെടാം. ഒരു ശ്ലോകത്തിൽ 32 അക്ഷരാണ്. ഇനി ഇതുവരെ നിങ്ങൾ എടുത്തതിൻ്റെ ബാക്കി ശ്ലോകമല്ലേ ഞാൻ എടുത്തേ. ഞാൻ 2 അക്ഷരം കൂടെ എടുക്കുക, ബാക്കി 30 അക്ഷരം നിങ്ങൾക്ക് തരിക. അപ്പോൾ ഒരു ശ്ലോകത്തിലെ 32 അക്ഷരത്തിൽ നിന്നും രാമ എന്നുള്ള ആ 2 അക്ഷരം ആരെടുത്തു? ബ്രഹ്മദേവൻ എടുത്തു. ഇതാണ് താരക മന്ത്രം അല്ലെങ്കിൽ രാമമന്ത്രം. ഇതാണ് കാശിയിൽ പോയിട്ട് മരിച്ചു കഴിഞ്ഞ ആളുടെ വലത് ചെവിയിൽ കാശി വിശ്വനാഥൻ ജപിക്കുന്ന മന്ത്രം. ഇപ്പോൾ ശ്രീരാമന് ലങ്കയിലേക്ക് പോകാൻ ചിറകെട്ടേണ്ടി വന്നു. ഹനുമാന് രാമമന്ത്രം താരകമന്ത്രം മതി. അതാണ് താരകമന്ത്രത്തിൻ്റെ പ്രത്യേകത. ആരാണോ രാമനാമം ജപിക്കുന്നത് അവർക്ക് പുനർജന്മം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പുനർജന്മം ഇല്ല. അപ്പോൾ മൊത്തത്തിൽ ഈ രാമായണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വ്യക്തിക്കും ഏത് രാക്ഷസനും ആരാവാം? ദേവനാവാൻ പറ്റും. എങ്ങനെ? ഒരു വാക്കുകൊണ്ട്, ഒരു ഒറ്റ മന്ത്രം കൊണ്ട്. ഏത് കാട്ടാളനും ആരാവാൻ പറ്റും? മഹർഷിയാവാൻ പറ്റും. അപ്പോൾ നിത്യജീവിതത്തിൽ ഈ കലിയുഗത്തിലടക്കണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഒരു വാക്കുകൊണ്ടോ ഒരു സെൻറ്റൻസ് വാചകം കൊണ്ടോ ഉപദേശം ലഭിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ളത് രാമായണം വ്യക്തമായിട്ട് നമുക്ക് തെളിയിച്ചു തരിക. നമുക്ക് അറിയാണ്ടല്ലോ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ആനുകാലികമായ പ്രശ്നങ്ങൾ കാണാം. ആരെങ്കിലും ഒരാളുടെ ഒരു വാക്കുകൊണ്ട് കംപ്ലീറ്റ് നശിക്കുന്നു കാണാം. അതായത് നമ്മുടെ വാക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ദി വേർഡ് ദാറ്റ് കം ഫ്രം ദി ഡെപ്ത് ഓഫ് ട്രൂത്ത് എന്ന് പറയും. സത്യത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ നിന്നും ഉരുത്തിയിരുന്ന വാക്കുകളായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ രാമമന്ത്രം വളരെ ഉപകരിക്കും. ഈ രാമായണത്തിൻ്റെ പ്രസക്തി തന്നെ എന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിക്കും ജന്മന നമ്മളൊക്കെ ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത്. വിജ്ഞാനം കൊണ്ട് നമ്മളെന്താവും? വൈശ്യനായിട്ട് മാറും. ഒന്നും കൂടി ജ്ഞാനം ലഭിച്ചാൽ നമ്മളായും ക്ഷത്രിയനായിട്ട് മാറും. ഒന്നും കൂടി ജ്ഞാനം ലഭിച്ചാലോ നമ്മൾ ബ്രാഹ്മണനായിട്ട് മാറും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം മറിഞ്ഞ് ബ്രഹ്മം മറിഞ്ഞവൻ, ബ്രഹ്മതത്വം മറിഞ്ഞവൻ എന്നാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ആ ബ്രഹ്മ ഋഷി പദത്തിലേക്ക്, ബ്രഹ്മശ്രീ പദത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക്, ആ ജിജ്ഞാസുവിൽ നിന്നും ജ്ഞാനത്തിലേക്ക് എത്താൻ രാമായണം അത്യുത്തമമാണ്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ, ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.